രാത്രി 10 മണി. അനൂപ് തന്റെ ജോലിക്ക് ശേഷം വീട്ടിലിരുന്ന് ഫോൺ സ്ക്രോൾ ചെയ്യുകയായിരുന്നു. അപ്രതീക്ഷിതമായി ഒരു അന്യ നമ്പറിൽ നിന്ന് ഒരു കോൾ എത്തി. ഹലോ. അവൻ ഫോൺ എടുത്തു. സോറി, ഇത് രാഹുലിന്റെ നമ്പറാണോ? ഒരു പെൺശബ്ദം. അല്ല, നിങ്ങൾക്ക് തെറ്റായ നമ്പറാണ്, അനൂപ് പറഞ്ഞു. ഓ, സോറി. അവൾ ഫോൺ വയ്ക്കാൻ ശ്രമിച്ചു. പക്ഷെ എന്തോ കാരണം കൊണ്ട് അവൻ ചോദിച്ചു, എന്തെങ്കിലും അടിയന്തരമായ കാര്യമാണോ? അവൾ കുറച്ച് നിശബ്ദമായി. അല്ല, ഒരു സുഹൃത്തിനോട് സംസാരിക്കേണ്ടതായിരുന്നു, അവൾ പറഞ്ഞു. അവളുടെ ശബ്ദത്തിൽ ഒരു ദുഃഖം. നിനക്ക് പ്രശ്നമില്ലെങ്കിൽ എന്നോട് പറയാമോ? അനൂപ് പറഞ്ഞു. അവിടെ നിന്നാണ് അവരുടെ സംഭാഷണം തുടങ്ങിയത്. അവളുടെ പേര് ഇഷ. ആ രാത്രി അവരൊരുമിച്ച് വളരെ നേരം സംസാരിച്ചു. അടുത്ത ദിവസം വീണ്ടും ഒരു കോളിൽ. അതൊരു പതിവായി മാറി. ദിവസങ്ങൾ കടന്നു. അവർ ദിവസവും സംസാരിക്കാൻ തുടങ്ങി. ജീവിതം, സ്വപ്നങ്ങൾ, പേടികൾ എല്ലാം അവർ തമ്മിൽ പങ്കുവച്ചു. നിനക്ക് എന്താണ് ഏറ്റവും ഇഷ്ടം? അനൂപ് ചോദിച്ചു. എന്നെ ആരെങ്കിലും മനസ്സിലാക്കുന്നത്, ഇഷ പറഞ്ഞു. ആ വാക്ക് അവന്റെ ഹൃദയത്തിൽ പതിഞ്ഞു. അവൻ മനസ്സിലാക്കി, അവൾ അവന്റെ ജീവിതത്തിന്റെ ഭാഗമായി തീർന്നിരുന്നു. ഒരു ദിവസം അനൂപ് ചോദിച്ചു, നമ്മൾ ഒരിക്കൽ കാണാമോ? ഇഷ കുറച്ച് നിശബ്ദമായി. എനിക്ക് പേടിയുണ്ട്, അവൾ പറഞ്ഞു. എന്തിന്? നമ്മുടെ ഈ ബന്ധം നഷ്ടപ്പെടുമോ എന്ന്. അവളുടെ വാക്കുകൾ സത്യസന്ധം. അനൂപ് ചിരിച്ചു. അത് നഷ്ടപ്പെടില്ല, അത് കൂടുതൽ ശക്തമാകും, അവൻ പറഞ്ഞു. ഒടുവിൽ അവൾ സമ്മതിച്ചു. ഒരു കഫേ. വൈകുന്നേരം 5 മണി. അനൂപ് നേരത്തെ എത്തി. ഹൃദയം വേഗത്തിൽ താളം പിടിച്ചു. ഒരു പെൺകുട്ടി അകത്തു വന്നു. അവൾ ചുറ്റും നോക്കി. നെർവസായി. അനൂപ്. അവൻ ചിരിച്ചു. ഇഷ? അവൾ തലകുനിച്ചു. അവരൊരുമിച്ചിരുന്നു. നീ യാഥാർത്ഥ്യത്തിൽ ഇങ്ങനെ ശാന്തനാണെന്ന് ഞാൻ കരുതിയില്ല, അവൾ പറഞ്ഞു. നീ ശബ്ദത്തിൽ പോലെ തന്നെ മനോഹരമാണ്, അവൻ പറഞ്ഞു. അവൾ ചിരിച്ചു. ആ ദിവസം അവർ ആദ്യമായി നേരിൽ കണ്ടു. പക്ഷെ അവരുടെ മനസ്സുകൾ ഇതിനകം തന്നെ അടുത്തായിരുന്നു. ദിവസങ്ങൾ കടന്നു. അവർ കൂടുതൽ അടുത്തായി. ഒരു ദിവസം അനൂപ് പറഞ്ഞു, ആ തെറ്റായ ഫോൺ കോളിന് നന്ദി. ഇഷ ചിരിച്ചു. അതല്ലാതെ നമുക്കൊരിക്കലും കണ്ടുമുട്ടാനായേനെ, അവൾ ചോദിച്ചു. അവൻ തലകുനിച്ചു. ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ബന്ധം ഒരിക്കലും അവസാനിക്കരുത് എന്നാണ്, അനൂപ് പറഞ്ഞു. ഇഷ അവന്റെ കൈ പിടിച്ചു. ഇത് ഇപ്പോൾ മാത്രമാണ് ആരംഭിക്കുന്നത്, അവൾ പറഞ്ഞു. ഒരു തെറ്റായ കോളിൽ തുടങ്ങി ഒരു ശരിയായ പ്രഹുൽ ചിരിച്ചു പറഞ്ഞു. കാലം കടന്നു. സൗഹൃദം പ്രണയമായി മാറി. ഒരു മഴയുള്ള ദിവസം സ്കൂളിന്റെ പിറകുവശത്ത് നിന്നുകൊണ്ട് രാഹുൽ പറഞ്ഞു, നന്ദന, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നന്ദനയുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാനും, അവൾ പറഞ്ഞു. അത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷം. പക്ഷെ ജീവിതം എല്ലായ്പ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയല്ല. +2 കഴിഞ്ഞപ്പോൾ നന്ദനയുടെ കുടുംബം മറ്റൊരു നഗരത്തിലേക്ക് മാറി. എനിക്ക് പോകണം, അവൾ പറഞ്ഞു. നീ തിരികെ വരും, അല്ലേ? രാഹുൽ ചോദിച്ചു. ഞാൻ വാഗ്ദാനം ചെയ്യുന്നു, ഞാൻ തിരികെ വരും, അവൾ പറഞ്ഞു. അവർ തമ്മിൽ ചേർന്നു. മഴ വീണ്ടും പെയ്തു. അവരുടെ പ്രണയത്തിന്റെ സാക്ഷിയായി. നന്ദന പോയി. ആദ്യത്തിൽ അവർ തമ്മിൽ ബന്ധം നിലനിർത്തി. പക്ഷെ സമയം കടന്നപ്പോൾ അത് കുറയാൻ തുടങ്ങി. ഒരു ദിവസം അവളുടെ സന്ദേശങ്ങൾ നിർത്തി. രാഹുൽ കാത്തിരുന്നു. ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ. അവൻ ഓരോ മഴയിലും ആ പാലത്തിനരികിലെത്തി. അവൾ തിരികെ വരുമെന്ന പ്രതീക്ഷയിൽ. വർഷങ്ങൾക്കിപ്പുറം ഒരു ദിവസം അവനൊരു സന്ദേശം കിട്ടി. ഇന്ന് രാത്രി പഴയ പാലത്തിനരികിൽ ഞാൻ വരും. അത് നന്ദനയായിരുന്നു. ആ രാത്രി മഴ ശക്തമായി പെയ്തു. രാഹുൽ അവിടെ കാത്തുനിന്നു. സമയം കടന്നു, പക്ഷെ അവൾ വന്നില്ല. അവൻ തിരിഞ്ഞു പോകാൻ പോകുമ്പോൾ, രാഹുൽ? ആ ശബ്ദം. അവൻ തിരിഞ്ഞു നോക്കി. നന്ദന. പക്ഷെ അവൾ മാറിയിരുന്നു. മുഖത്ത് ക്ഷീണം, കണ്ണുകളിൽ വേദന. നീ സുഖമാണോ? രാഹുൽ ചോദിച്ചു. നന്ദന ചെറുതായി ചിരിച്ചു. ജീവിതം എന്നെ കുറച്ചു മാറ്റി. അവർ നിശബ്ദമായി നിന്നു. എന്തുകൊണ്ട് നീ എന്നെ വിട്ടുപോയി? രാഹുൽ ചോദിച്ചു. നന്ദനയുടെ കണ്ണുകളിൽ കണ്ണീർ. ഞാൻ നിന്നെ വിട്ടുപോയിട്ടില്ല. ഞാൻ തിരികെ വരാൻ ശ്രമിച്ചു.
അപ്പോൾ എന്താണ് സംഭവിച്ചത്? എന്റെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ, പിന്നെ എന്റെ ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകൾ. ഞാൻ അതിലേക്ക് നിന്നെ കൊണ്ടുവരാൻ ആഗ്രഹിച്ചില്ല, അവൾ പറഞ്ഞു. രാഹുൽ വേദനിച്ചു. പക്ഷെ ഞാൻ നിന്നെ കാത്തിരുന്നു. എനിക്കറിയാം, അവൾ പറഞ്ഞു. മഴ ശക്തമായി. ഇപ്പോൾ എന്തിനു തിരികെ വന്നു? രാഹുൽ ചോദിച്ചു. നന്ദന അവനെ നോക്കി. എന്റെ വാഗ്ദാനം നിറവേറ്റാൻ. അതുമാത്രം? അല്ല, ഞാൻ ഇപ്പോഴും നിന്നെ സ്നേഹിക്കുന്നു, അവൾ പറഞ്ഞു. രാഹുലിന്റെ ഹൃദയം നിറഞ്ഞു. നിനക്കിപ്പോഴും എനിക്ക് പ്രണയമുണ്ടോ? അവൾ ചോദിച്ചു. അവൻ ചിരിച്ചു. ഞാൻ ഒരിക്കലും നിന്നെ സ്നേഹിക്കുന്നത് നിർത്തിയിട്ടില്ല. അവർ തമ്മിൽ ചേർന്നു. മഴ വീണ്ടും അവരുടെ പ്രണയത്തിന് സാക്ഷിയായി. ഇനി നീ എവിടെയും പോകില്ലല്ലോ? രാഹുൽ ചോദിച്ചു. നന്ദന അവന്റെ കൈ പിടിച്ചു. ഇനി ഞാൻ പോകുന്നത് നിന്റെ കൂടെയാണ്. മഴ ധീരയായി നിർത്തി. ആകാശത്തൊരു ചെറിയ ചന്ദ്രപ്രകാശം.